ഹാൻഡ് സ്റ്റാൻഡ് ഇപ്പോഴും നിങ്ങൾക്കൊരു ഡ്രീമാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ബാ, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നതിന് മുന്നേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൈയാണ്. കൈയുടെ ഈ ഒരു 5 വിരലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുക ബാലൻസിന് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറാണ്. ഷോൾഡറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ റേസ് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, കണ്ട മേലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതേ സൈഡിൽ നിന്ന് കാണിക്കുവാണെങ്കിൽ ഇത് എവിടുന്ന് കേട്ടോ, ഇതായിരിക്കണം നിങ്ങളുടെ ഹാൻഡ് സ്റ്റാൻഡിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ബിൽഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ പൈക്ക് പുഷപ്പിലേക്ക് നിൽക്കുക. പൈക്ക് പുഷപ്പിൻ്റെ പൊസിഷനിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് എന്ത് ചെയ്യുക, സ്കാപ്പുലർ കണ്ട അത് ഷോൾഡർ ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ട ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്ലൂട്ടും പിന്നെ അതുപോലെ തന്നെ കോറുമാണ്. ഗ്ലൂട്ട് എന്ത് ചെയ്യുക, ഉള്ളോട്ടേക്ക് കണ്ടോ ഇതുപോലെ സ്ക്യൂസ് ചെയ്യുക, പിന്നെ കോറും ഉണ്ടോ ടൈറ്റ് ചെയ്യുക. കണ്ടോ ഇതാണ് പൊസിഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹോളോ ബോഡി ഹോൾഡ് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോ ഞാൻ കോർ വർക്കൗട്ട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. നാലാമത്തെന്ന് പറയുന്നത് നമ്മൾ ഈ ടോ കണ്ടോ, ടോ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് പൊസിഷനിൽ നിന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം, ടോ സ്ട്രെയിറ്റ് ആക്കണം. കണ്ടോ. അപ്പോൾ ഈ 4 സ്റ്റെപ്പും അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ബൈ.